സംസ്ഥാനത്ത് ഇതാ വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നു. പവർ കട്ട് ഇനിയും തുടർന്നേക്കും. നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണ് എന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിക്കുന്നു. വർദ്ധിച്ച ഉപയോഗം, കുറഞ്ഞ ആഭ്യന്തര ഉൽപ്പാദനം, കടം വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ട സാഹചര്യം എന്നിവയാണ് പ്രതിസന്ധിക്കുള്ള കാരണം. അതേസമയം പ്രതിസന്ധിക്ക് അക്കം കൂട്ടി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയില്ല. ഗോപാൽ ശീലാസനിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗോപാൽ, ഗുഡ് മോർണിംഗ്. ഗോപാലി, പലതരം കാരണങ്ങൾ പറയുന്നുണ്ട്. പ്രതിസന്ധിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട്. ജനങ്ങൾ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ഇനിയും പ്രതിസന്ധി തുടരുമെന്നും പറയുന്നുണ്ട്. അതിനിടയിൽ ഇതാ പ്രതിപക്ഷം കൃത്യമായ ആരോപണം രാഷ്ട്രീയപരമായി തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കുട്ടികൾക്ക് ഈ പവർ കട്ട് എന്താണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ പവർ കട്ട് എന്താണെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇന്ദിരാ കട്ട് എന്നൊക്കെ ആക്ഷേപിച്ചും രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചും തുടങ്ങിയിരിക്കുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് ശരിയാവുക ഗോപാൽ? ഇതിനൊരു പരിഹാരം വേണ്ടേ? അതെ ഷിഹാസ്, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള നിയന്ത്രണമാണ് സംസ്ഥാനത്ത് വൈദ്യുതിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയൊക്കെ രാത്രി 7:15 മുതൽ രാത്രി 12:15 വരെയുള്ള സമയങ്ങളിൽ പല നേരത്തായി ഏകദേശം 1 മണിക്കൂറോളമാണ് വൈദ്യുതി മുടങ്ങിയത്. മറ്റു വഴികളില്ലാത്തതിനാൽ വൈദ്യുതി നിയന്ത്രിക്കേണ്ടി വരുന്നു എന്ന് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും KCBയും മന്ത്രിയും വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെതായ കാരണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ അവർ നിരത്തുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ കാരണം ആഭ്യന്തര ഉൽപാദനം വളരെ കുറഞ്ഞതാണ്. കാരണം ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ മഴ പെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ടുകളിൽ 60% ജലനിരപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 28.8 എന്ന നിലയിലേക്ക് അങ്ങേയറ്റം വല്ലാത്ത രീതിയിൽ താഴ്ന്നിരിക്കുന്നു. എൽനിനോ പ്രതിഭാസം മൂലം മഴ കുറഞ്ഞതും അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വ്യാപകമായി താഴേക്ക് പോയതുമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. രണ്ടാമത്തെ കാര്യം, പീക്ക് സമയങ്ങളിലെ വൈദ്യുതി ഉപയോഗം കൂടിയതാണ്. ഈ ഘട്ടത്തിൽ AC-യുടെയൊക്കെ ഉപയോഗം കടുത്ത ചൂടായതിനാൽ തന്നെ വലിയ തോതിൽ ഉയർന്നു വരികയാണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് പീക്ക് സമയത്തെ ഉപയോഗം കൂടുകയും ആഭ്യന്തര ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം, കഴിഞ്ഞ വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ കേരളം വലിയ തോതിൽ വൈദ്യുതി കടം വാങ്ങിയിരുന്നു. ആ കടം വാങ്ങിയ വൈദ്യുതി മടക്കി നൽകേണ്ടത് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ 4 മാസങ്ങളിലാണ്. ആ മടക്കി നൽകേണ്ട വൈദ്യുതി തിരികെ കൊടുത്തു തുടങ്ങിയതും വലിയ തരത്തിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ടുകൂടി ഈ ഘട്ടത്തിൽ പൊതുജനങ്ങളും സാധാരണക്കാരും വലിയ തരത്തിൽ സഹകരിക്കേണ്ടതായിട്ടുണ്ട്. വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവന്നേ മതിയാകൂ എന്ന കാര്യം ആവർത്തിച്ച് പറയുകയാണ് KCBയും മന്ത്രിയും. ഇത് കൂടാതെ തന്നെ സംസ്ഥാനത്ത് സൗരോർജ്ജ പാനലുകൾ ഉണ്ട് എങ്കിലും പകൽ സമയത്ത് ആ ഉപഭോഗം അതുവഴി നടന്നു പോകും. പക്ഷേ സംസ്ഥാനത്തുള്ള സൗരോർജ്ജ പാനലുകളിൽ 95%നും പകൽ ശേഖരിക്കുന്ന വൈദ്യുതി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് രാത്രിയിലേക്ക് ഉപയോഗിക്കാനുള്ള ബാറ്ററി സംവിധാനം ഇല്ലാത്തതും വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ പകൽ വൈദ്യുതി ഉപയോഗത്തിന് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ രാത്രിയാകുമ്പോൾ വൈദ്യുതി ഇല്ലാത്ത ഒരു പീക്ക് ടൈമിൽ വൈദ്യുതി ഇല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ AC പോലെയുള്ള വസ്തുക്കൾ ഉയർന്ന തോതിൽ വൈദ്യുതി ആവശ്യമാകുന്ന വസ്തുക്കൾ, ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ 25 ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ താപനില ഉയർത്തി വെക്കണം എന്ന തരത്തിലേക്കാണ് ആദ്യത്തെ അറിയിപ്പിൽ പറയുന്നത്. രാത്രിയിൽ ആവശ്യമില്ലാത്ത അലങ്കാര ബൾബുകൾ, ആവശ്യമില്ലാത്ത ലൈറ്റുകളെല്ലാം തന്നെ ഓഫ് ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും മോട്ടറുകൾ, ഗീസറുകൾ, അതുപോലെ തന്നെ വൈദ്യുതി ഉപയോഗം ആവശ്യത്തിനും മുകളിലുള്ള വസ്തുക്കൾ രാത്രിയിൽ ഉപയോഗിക്കുന്നതിന് പകരം കൂടുതലും പകൽ സമയത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇലക്ട്രിക് ചാർജിങ് വാഹനങ്ങൾ പകൽ സമയത്ത്, പ്രത്യേകിച്ച് 10 മണി മുതൽ 4 മണി വരെ നല്ല വെയിലുള്ള സമയങ്ങളിൽ മാത്രം ചാർജ് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റി. ശരി ഗോപാൽ, ചുരുക്കി പറഞ്ഞാൽ ഇനിയും കറണ്ട് പോവും, പവർ കട്ട് ഉണ്ടാവും, ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വൈദ്യുതി മന്ത്രി കൈമലർത്തുമ്പോൾ നമ്മൾ ജനങ്ങൾ സഹിച്ചേ പറ്റും.